എല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഐ എം ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ്. Oh, Prithviraj, of course. Kochi, can we make some noise? ஒரு குரல் கலைமகை எழுப்பிடும் எரிமலை பெரும் தனல். Ladies and gentlemen, Kanta എന്ന ചിത്രത്തിൽ നായികനായി എത്തുന്നു ഭാഗ്യശ്രീ with നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ. നമസ്കാരം കൊച്ചി. എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണം, ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ ഐ എം ഗെയിം ഷൂട്ട് ചെയ്തതാണ്. ഐ എം ഗെയിമിൽ ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുണ്ടാക്കിയിട്ട് എന്റെ സൗണ്ട് പോയി. ഇപ്പൊ 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഐ എം ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ഷൂട്ട്. ഞാനിപ്പോൾ ഓക്കെ കാന്താനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ നിറയെ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സെൽവ എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ. അപ്പോൾ സാർ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അത് കേട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ നറേഷൻ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾ തമിഴിലാണ് ഇപ്പോഴും ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ, മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണയും ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്തൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മോമെൻ്റാണിത്. അതും ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും കനീസാറിനാണെങ്കിലും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്ട് തരികയും അത്രയും സ്പേസ് തരികയും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സഹനടനില്ല. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ കിട്ടുന്നില്ല, കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽവമണി നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയ ടാലൻ്റ്. എനിക്ക് തോന്നുന്നു ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും കണ്ടു നോക്കാം. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത്. അദ്ദേഹത്തിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീട് ഒരു 5-6 മാസത്തിൻ്റെ ഷൂട്ടിലും പിന്നീട് 10 മാസത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല. ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എനിക്കൊരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര സമയം കണ്ടത്. പക്ഷേ എവറി മോമെന്റ്, എവറി സെക്കൻഡ് വി സ്പെൻഡ് ഓൺ ദിസ് ഫിലിം ഹാസ് ബീൻ ആബ്സല്യൂട്ട്ലി വർത്ത്. ഭാഗ്യശ്രീ ബോർസെ ഇന്ന് തെലുങ്കിൽ, പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി
5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ തന്നെ ഒരു വലിയ സ്റ്റാറാണ്, നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാ വിധത്തിലും പറയും ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം. ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് ഈ പടം വെയിറ്റാക്കി എടുക്കേണ്ടപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം അവരത്രയും പ്രശ്നങ്ങളാണ്. അവിടെ എല്ലാവരും പ്ലീസ് എല്ലാവരും പോയി സിനിമ കാണണം. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് എല്ലാവരും ഗിവ് ഇറ്റ് എ ചാൻസ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. You know, we have to ask you this. Bhagyashree, there are so many, but Telugu, he's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best scripts, Uh-huh. I would say. Yeah? Okay. I think he has a thing for, like, the retro period. A retro star. I mean, Mahanati. ഞാൻ സ്വയം എന്നത്തിന് ആ, വിളിക്കുന്നത് അതെന്താ? ആക്ച്വലി ഈ സിനിമ കാത്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ എനിക്ക് മഹാനടി കഴിഞ്ഞൊരു കൊല്ലം കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ ആണ് എനിക്കൊരു പിച്ച് ഡെക്ക് പോലെ കുറെ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് ഒരു ബേസിക് ഇതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്ക് അയച്ചത്. ഞാൻ പറഞ്ഞു മച്ചാ അത് ലുക്സ് ലൈക്ക് ഇത് വീണ്ടും മഹാനടി. ഞാൻ എന്നെ കൊണ്ട് പോയി ഞാനില്ല ഇനി എന്നെ എല്ലാവരും ഞാൻ പീരിയഡ് സ്റ്റാർ ആക്കും, റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയി അതൊക്കെ പറഞ്ഞു. ഞാൻ നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പക്ഷെ എന്നാലും അവൻ പറഞ്ഞു അത് കേട്ട് നോക്കി ശരിയാണ്. You also. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയുക സക്സസ് ഫോർ ലൈക്ക് ഗ്രേറ്റ് സിനിമ. അത് പക്ഷെ അതിലെവിടെയെങ്കിലും നല്ല സിനിമയുണ്ട്, നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നത്. So, ഈ ഒരു ചിത്രം കാന്ത is described. ഞങ്ങൾക്ക് ലോക്കാം. കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഓരോ തവണയും ഇത് ഏത് ജോണറായിരിക്കും, ഇത് എങ്ങോട്ടൊക്കെ ഇത് പോകുന്നത്. സെൽവയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഡയറക്ഷനിലോട്ടും പുള്ളി എഴുതി Country right now, whichever language it be. Vijay Deverakonda, done. Dulquer Salman, done. Who next would you like to share the screen with? Anywhere. Oh, you can wish, no? Is there an actor you want to really work with? Malayalam ഉണ്ടെങ്കിൽ even better for us. പക്ഷേ you can say whoever. I mean, I would love to work with DQ again, and Yeah? then there is. You can take some other names. You don't have to pick up the No, I really admire Prithviraj sir too from Malayalam. So, yeah. You really admire? Prithviraj. Oh, Prithviraj, of course. Of course. എന്റെ പൊന്ന് DQ അവിടെ ഒച്ച അലറുന്ന 2-3 ചെക്കന്മാരുണ്ട്. അന്ന് ഇങ്ങോട്ട് വരുമോ എന്നോട്